പോക്കർച്ചാവിൻ്റെ ചക്കര കേട്ടിട്ടുണ്ടാരെങ്കിലും? അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരാൾ ഒന്നും ഗതിയില്ലാത്ത പാവപ്പെട്ട ഒരാളായിരുന്നു. അയാൾ പള്ളിയിൽ ചെന്നിരിക്കുമ്പോൾ അറബി പള്ളിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലേക്ക് ഗൾഫിൽ നിന്ന് അറബി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അറബി തുമ്മി. ഒരു ദിവസം നിസ്കാരമെല്ലാം കഴിഞ്ഞ് പള്ളിയിലിരിക്കുന്ന സമയത്ത് അറബി തുമ്മിയിട്ട് നമുക്ക് ബേക്കിലിരിക്കുന്ന ഈ പാവപ്പെട്ടവന് തുമ്മിയിട്ടാകുമ്പോൾ അറബി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഈ ബേക്കിലിരിക്കുന്ന ഈ പാവപ്പെട്ടവന് പറഞ്ഞ് റിയാക്മോല്ലാം. അപ്പോൾ ഈ അറബിക്ക് ഭയങ്കര സന്തോഷമായി. ഈ നാട്ടിലും പിന്നെ തുമ്മിയാൾക്ക് ജവാബ് പറയുന്ന ആൾക്കാരുണ്ടോയെന്നും നമ്മളെ ജവാബ് പറയുന്ന ആൾക്കാരുണ്ടോയെന്നും അങ്ങനെ അറബിക്ക് സന്തോഷമായിട്ട് അറബി എനിക്ക് അവൻ്റെ കാര്യങ്ങളെല്ലാം പണിയും കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഗൾഫിലേക്ക് പോകാനുള്ള വിസയും ടിക്കറ്റിൻ്റെ പൈസവും എല്ലാം അറബി കൊടുത്ത് ഗൾഫിലേക്ക് പോകാനുണ്ട്. അറബീൻ്റെ ആസ്ഥാനത്തവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് വിസ എല്ലാം കൊടുത്തു. അപ്പോൾ അവർ വന്നിട്ട് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറെടുത്ത് പിന്നെ പാസ്പോർട്ടെല്ലാം എടുക്കണ്ടേ. ഗൾഫിലേക്ക് പോകുന്ന ഒരിക്കലും വിചാരിച്ചതല്ലല്ലോ. പെട്ടെന്ന് പാസ്പോർട്ടിനെല്ലാം കൊടുക്കുന്നു എല്ലാം ചെയ്തിട്ട് എല്ലാവരും അപ്പുറം ഇപ്പുറം വന്നിട്ട് പെണ്ണുങ്ങളെല്ലാം ഏടുന്ന് ഇപ്പം ആയോ എനിക്ക് പൈസ അല്ല ഓന് ദുബൈക്ക് പോകുന്നല്ല ഏടുന്ന് പൈസയായി എങ്ങനെ പൈസയായി എല്ലാവരും. അപ്പോൾ ഒരാൾ അങ്ങനെ വന്നിട്ട് പറഞ്ഞു ഓന് പിന്നെ പള്ളിയിൽ നിന്ന് അറബി കൊടുത്തതല്ലോ പൈസ പോകാനുള്ള ടിക്കറ്റും പൈസവും വിസവുമല്ലോ. അപ്പോൾ എല്ലാവരും പെണ്ണുങ്ങൾക്ക് അസൂയ വന്നു. ഓളെ മാപ്പിളിനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. നിങ്ങളെപ്പോലെയാണോ ആണ് അത് ഓനിപ്പോൾ ഗൾഫ് എന്തുമില്ലാത്തവനിപ്പോൾ ഗൾഫിലേക്ക് പോകാനായി. അവൻ അറബീൻ്റെ കൂടെ നടന്നിട്ട് അവന് തുമ്പും അൽഹംദുലില്ലാ അത് റഹ്മക്കുമുല്ലാ എന്ന് പറഞ്ഞിട്ട് ഓനെ കെട്ടി അറബി പൈസ കൊടുത്ത് നിങ്ങൾ അതുപോലെ അറബീൻ്റെ കൂടെ നടക്കണം, അറബീൻ്റെ കൂടെ തന്നെ ഇരിക്കണം, അറബി പോകുന്നിടത്ത് നടക്കണം. അതുപോലെ തന്നെ ഭാര്യേൻ്റെ വാക്ക് കേട്ടിട്ട് മറ്റവനും അതുപോലെ ചാടി പുറപ്പെട്ട് അറബിയുടെ ഇരിക്കുന്നിടത്തല്ലോ അറബിയപ്പം തുമ്പുന്നു എന്ന് കാണിട്ട് കാത്തിട്ട് ഇരിക്കുന്നു. അറബിയപ്പം